ഇന്റർവ്യൂവർ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത്. 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു. അഖിൽമാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ സാഹചര്യം ഒറ്റ അഭിപ്രായം പറയുന്നുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം ഇത് വളച്ചൊടിക്കാതിരിക്കുക. എല്ലാവരുടെ കൂടെ ഉള്ള റിക്വസ്റ്റാണ്. എന്നെ നല്ല ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിച്ചു, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആർക്കും എന്തും പറയാം. നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത്. വിമർശിക്കുന്നതിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കൊരു പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അത് ദയവേത് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ, ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ, കുറ്റപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത്. നമ്മൾ പേര്, ഒന്നാമത്തെ കാര്യം ഇരയായ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല. 2, ഒരാളുടെ പേര് പറഞ്ഞ് ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പേര് എന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയുള്ള കാര്യമല്ല. ഒന്നത് ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നിങ്ങൾ പോയി അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിംപ്ലി കിട്ടും. അത് നിങ്ങളുടെ ജോലി അതല്ലേ. ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് 100% അന്വേഷിച്ചാൽ കിട്ടും. ഒരുപാട് ആൾക്കാർ ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങളെന്തായാലും നിൽക്കുക. എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ, വേറൊരാൾക്ക് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നത്. അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ വീഡിയോയിൽ പറഞ്ഞൊരു സാധനമാണേ. വോയിസ് കേട്ടാൽ മതി. പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ 8 വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അതായത് ഇപ്പോഴൊന്നല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 8 വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലല്ല, അതിന് മുന്നത്തെ 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു. അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്ന് പറയുന്നില്ല. പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, ആ പറയുന്നതിൽ സത്യമാണ്. ഇത് ഞാൻ ഒരെണ്ണം അയച്ചാണ്. ഇത് കണക്ക് മെയിലുകൾ വന്നിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞതല്ല കേട്ടോ. ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ്. അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും, ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതേപോലെ മെയിൽ വന്ന് കിടപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്. അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ. അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല. ഇന്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞൊരാളതാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും ഇപ്പം പക്ഷേ മറ്റേ എന്തെല്ലാം അവൻ്റെ പേര് ഇതോടെ വിൽഫ്രഡ് ഡിസൂസ, അപ്സരയുടെ ഹസ്ബൻഡ്. അപ്പോൾ അപ്സര ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റുകൾക്ക്, സിനിമാ നടിമാർക്ക്, അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷനൊന്നും ഉണ്ടാകത്തില്ല. അവരെ വിളിക്കുന്നത് ഇവരങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും. ഇവർ പോകണമെന്നില്ലല്ലോ. ഇപ്പം എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി, ഇപ്പോൾ നമ്മുടെ ഭാഷണം സാജു നവോദയ, ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ്. അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ്. അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത്. ഈവനിപ്പോൾ എന്നെപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഒരു ഫെമിലിയർ ഫേസ് അല്ല, ഒരു ആർട്ടിസ്റ്റ് അല്ല. നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും. അവിടാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക്. അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്കും ലൈം ലൈറ്റിൽ നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? ഇവരിതിനകത്ത് വറിയിടാവേണ്ട കാര്യം എന്തോ. അപ്പോൾ ശരണി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ ഓഡിഷൻ, അവരെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം. ശരണി ആയിക്കോട്ടെ, അപ്സര ആയിക്കോട്ടെ, ശ്രുതിലക്ഷ്മി ആയിക്കോട്ടെ, മനീഷ ചേച്ചി, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡിഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇവരാരും വറിയിടാവത്തില്ല. ഇത് വറിയിടായി വെറുതെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ്. ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക. നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അഖിൽമാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന കണക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടി കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ.
പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരോ ആയിരുന്നോ? അല്ല, നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ 100 ദിവസം കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാരണമുണ്ട്, ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കുക. അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ്. അപ്പോൾ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത്, എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത്, ഒരാൾ എന്തിനാണ് പുറത്തായത്, അല്ലെങ്കിൽ അർഹതയുള്ളവർ. ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ, വിഷ്ണുവിനെ പുറത്താക്കിയതാണോ, ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ, അപ്പോൾ ബോധപൂർവമായിരുന്നു റോബിനെ, രജത് കുമാറിനെ, അതൊക്കെ അവർക്കൊക്കെ നീതിയായിരുന്നു. ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ 70ാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ. നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ്. അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് എന്തുള്ള ചോദ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക്. അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ 1000 സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. മാധ്യമങ്ങളാണോ വില്ലന്മാർ? ശരി, മാധ്യമങ്ങൾ നിങ്ങളല്ല വില്ലന്മാർ, നീ വളച്ചൊടിക്കുന്നവരാണ് വില്ലന്മാർ. ഇവിടെ മാധ്യമങ്ങളുടെ പണി എന്താണ്? ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കുക, ഒരു മീഡിയം, ജസ്റ്റ് മാധ്യമം മീഡിയം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതേ മീഡിയം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം. ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയയിൽ പെട്ടെടുത്തൻ, അവനൊരു പെങ്കൊച്ചിനെ മുണ്ടോക്കി തുണിയഴിച്ച് കാണിച്ചെന്ന് പറഞ്ഞത് രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ട ആൾ എന്നെ വിളിച്ചു പറഞ്ഞു ആ പെങ്കൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സീരിയസ്ലി രാവിലെ എൻ്റെ അടുത്ത് ഒരാളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇപ്പം ഇവനാണ് വന്നിരുന്നത് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവനോട് കുറേ മര്യാദയ്ക്ക് അടക്കാൻ പറ, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ വോയിസ് അയപ്പിച്ചിട്ട് അവനെ എടുത്ത് കൊടുക്കുന്നു. എനിക്ക് മര്യാദകൾ കൊണ്ട് നടക്കുന്നവർ ഇമാതിരി മര്യാദയുടെ പണിക്ക് പോകാതിരിക്കുക, വലിയ സംശുദ്ധി പറയാതിരിക്കുക. അപ്പം എന്നാൽ ശരിടാ ചേട്ടാ. ഇത് വേറെ കുറേ പേര് പറയുന്നത് ബിഗ് ബോസും ചേട്ടനും നമ്മളൊരു കളിയാണെന്നോ? അതാണ് റേറ്റിംഗ് കുറവാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. അപ്പോൾ ഏറ്റവും കൂടുതലാണ് TRP ഏറ്റവും കൂടുതലെന്നാണ് ഞാൻ 50 ദിവസം വരെ ഞാൻ അറിഞ്ഞത്. എന്ത് കളി ഇത് കളിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ കിംവദന്തികളൊക്കെ കേൾക്കുന്നു കുറേ. എന്നെങ്ങനെയാണെങ്കിൽ ചില്ലറാക്കി മേടിച്ചിട്ട് എനിക്ക് മറ്റേ പേര് പറയാൻ കാണിക്കാൻ പറ്റില്ല, അതേ കുഴപ്പം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവർ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നെഗറ്റീവ്സ് വന്നല്ലോ, മത്സരം ഷോയുമായി ബന്ധപ്പെട്ട്. അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞത് അയ്യോ ഇങ്ങനല്ല, ഇത് മോശമാണ്, പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ്, നന്നായി കൊണ്ടുപോകണം. അത് നന്നാവുമ്പം നന്നാവുന്ന ഞാൻ കൂടിയല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഓൺലൈൻ മാധ്യമരംഗത്ത് അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്ത് സിനിമാ രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തികളെക്കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ അവനെ ഇത് കണക്ക് പോലീസ് ഒരു കേസിൽ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവത്തില്ലേ? അയ്യോ ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചേട്ടാ, അല്ലാതെ പെരുമാറുന്നവരുണ്ടെന്ന് നിങ്ങൾ പറയത്തില്ലേ? അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ. ഇപ്പം ഈ സീസൺ നന്നായാൽ അതിൻ്റെ അഭിമാനം എനിക്കും തന്നെയാണ്. അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പം ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇമാതിരി കുറേ പരിപാടിയാണല്ലോ എന്ന് പറയാൻ പാടില്ല. ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കുകയും പെരുമാറുകയും കണ്ട് ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്. അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശമെന്നല്ലേ പറഞ്ഞത്. വേറെ വല്ലതും ഉണ്ടോ? ഞാൻ പോവാ. ഒരാഴ്ച ഞാൻ നാട്ടിലില്ല. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ.